Seventh chapter, System of Particle and Rotational Motion, Part 2. Relation between L and I. L എന്ന് പറഞ്ഞാൽ angular momentum, I എന്ന് പറഞ്ഞാൽ moment of inertia. L angular momentum കാണാനുള്ള ഫോർമുല അറിയാം. L is equal to R cross P. ഇതിൽ P എന്ന് പറഞ്ഞാൽ ലീനിയർ മൂവ്മെന്റ് ആണ്. P യുടെ ഫോർമുല നമുക്കറിയാം mv ആണെന്നുള്ളത്. അപ്പോൾ P ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? mv കൊടുത്തു. ഇനി V എന്ന് പറഞ്ഞ R ഒമേഗ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ V ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? R ഒമേഗ എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് R ഉണ്ട്. അപ്പൊ mr സ്ക്വയർ ഒമേഗ എന്ന് കൊടുക്കുക. അതിനെ mr സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? I ക്ക് ഈക്വൽ ആണ്. അപ്പൊ mr സ്ക്വയറിന് പകരം I എന്ന് കൊടുത്തു. അപ്പൊ നമുക്കത് കിട്ടി I ഒമേഗ. അപ്പൊ നമ്മളെ ഫോർമുല കിട്ടി L is equal to I ഒമേഗ. ഇതാണ് L ഉം I ഉം തമ്മിലുള്ള റിലേഷൻ. L is equal to I ഒമേഗ. അടുത്ത അതിന്റെ ബേസിൽ ഒരു ഫോർമുല, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കാറ്റ് ലാൻഡ്സ് ഓൺ ഹിസ് ഫീറ്റ് ആഫ്റ്റർ എ ഫോൾ. അപ്പോൾ ഒരു വീഴ്ച വരുന്ന സമയത്ത് എവിടെന്നെങ്കിലും പൂച്ച എടുത്ത് ചാടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? കാലുകളൊക്കെ വളരെ നിവർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചാടുന്നത്. എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഫോർമുല അറിയാം. L is equal to I ഒമേഗ. L എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ I കൂടുമ്പോ ഒമേഗ കുറയും, I കുറയുമ്പോൾ ഒമേഗ കൂടും. അപ്പൊ ഇവിടെ when the cat stretches the body, moment of inertia I decreases. അപ്പൊ കാറ്റ് ശരീരം സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്ത് കുറയുന്നുണ്ട്? moment of inertia increase, കുറയല്ല കൂടുകയാണ് ചെയ്യുന്നത്. moment of inertia increases. അപ്പൊ ഇവിടെ moment of inertia increase ചെയ്തു. അപ്പൊ അവിടെ angular velocity എന്ത് ചെയ്യണം? കുറയണം. So angular velocity decreases and cat can land smoothly. ഇനി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ വിത്ത് 2 മെറ്റാലിക് സ്പിയേഴ്സ് ഓൺ ഹിസ് ഹാൻഡ്സ്. ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട് തന്നെ ഒരു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ടേബിളിൽ അയാൾ നിൽക്കുകയാണ്. അയാളുടെ കയ്യിലായിട്ട് 2 മെറ്റാലിക് സ്പിയേഴ്സ് ഉണ്ട്. ഇഫ് ഹി വിത്ഡ്രോ ഹിസ് ഹാൻഡ്സ് ടു ഹിസ് ചെസ്റ്റ്, അയാളെ 2 കൈകളും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാല് അയാളുടെ ചെസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുവരികയാണ് വിത്ത് ദ സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? അതായത് സ്പീഡ് കൂടുകയോ കുറയോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ അതേ ഫോർമുല യൂസ് ചെയ്യുന്നു. L is equal to I ഒമേഗ. അപ്പോ പിന്നെ ഹാൻഡ്സ് കൈയിനടുത്തേക്ക് ചെസ്റ്റിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. Moment of inertia I decreases, so angular velocity omega increases. Relation between torque and moment of inertia. Torque moment of inertia തമ്മിലുള്ള relation. നമുക്കറിയാം torque is equal to R cross F ആണ്. F is equal to ma എന്ന് പഠിച്ചിട്ടുണ്ട്. So we can write torque is equal to R into ma എന്ന് എഴുതാം. A is equal to R alpha എന്ന് നമ്മളൊരു ഫോർമുല ഉണ്ട്. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പൊ എക്ക് പകരം നമ്മൾ R ആൽഫ കൊടുക്കുന്നു. അപ്പൊ ടോ is equal to R into mr ആൽഫ എന്ന് കൊടുക്കാം. അപ്പൊ m into R R സ്ക്വയർ ആണ്. അപ്പൊ mr സ്ക്വയർ ആൽഫ നമുക്ക് കൊടുക്കാം. mr സ്ക്വയർ ഐക്ക് ഈക്വൽ ആണ്. സോ ടോ is equal to I ആൽഫ. ഇതാണ് ടോയും ഐയും തമ്മിലുള്ള റിലേഷൻ. ടോ is equal to I ആൽഫ. ഇനി kinetic energy of a sphere rotating along an inclined plane without slipping. ഒരു ചെരിവ് തലത്തിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്ഫിയർ താഴത്തേക്ക് ഉരുണ്ടു വരികയാണ്. സ്ലിപ്പ് ചെയ്യാതെ ഉരുണ്ടു വരികയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 2 കൈനറ്റിക് എനർജി ഉണ്ട്. ലീനിയർ മോഷൻ മൂലമുള്ള ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതാണ് എന്ത് വരുന്നത്? ഈ ഹാഫ് mv². പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ് ഹാഫ് I ഒമേഗ സ്ക്വയർ. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv²ഉം ഹാഫ് I ഒമേഗ സ്ക്വയറും കൂടി ആഡ് ചെയ്താണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഹാഫ് mv² പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ, ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ആണത് 2/5 mr². അത് നമ്മൾ പഠിക്കണം. സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് 2/5 mr². അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഐക്ക് പകരം 2/5 mr² കൊടുക്കുന്നു. അപ്പൊ R സ്ക്വയർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് ഹാഫ് mv² പ്ലസ് 2/10 mv² ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടൊന്നും കോമൺ ആയിട്ട് mv² എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ 1/2 പ്ലസ് 2/10 കിട്ടി. അതിനെ LCM കണ്ട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് mv² ഇൻറ്റു 5 പ്ലസ് 2/10 ആണ്. അതായത് 7/10 mv² ആണ്.
അപ്പോൾ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി 7/10 mv² ആണ്. ഇതിനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, mg ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ അതായിരിക്കും കൈനറ്റിക് എനർജിയുടെ ഫോർമുലയിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് അത് ഇരിക്കുന്നത് എന്ന് നമ്മളോട് കാണാൻ പറയും. അപ്പോൾ നമ്മൾ ഈ 7/10 mv² എന്തിന് ഈക്വൽ ആണെന്ന് പറയണം? mgh ന് ഈക്വൽ ആണെന്ന്, എന്നിട്ട് h ന്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് about an axis passing through center and perpendicular to the plane. അപ്പോൾ അത് എന്തിലൂടെ പാസ് ചെയ്യുന്നത്? ആ ആക്സിസ് പാസ് ചെയ്യുന്നത് സെന്ററിലൂടെയാണ്, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനുമാണ്. അപ്പോൾ നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതില് ഒരു റിങ് പാസ് ചെയ്യുന്ന റിങ് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റിങ്ങിലെ ഒരു ചെറിയ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിലെ റിങ്ങിലെ ഒരു ചെറിയ എലമെന്റ് ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ പോയിന്റിന്റെ മാസ് ആണ് സ്മോൾ എം. റിങ്ങിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. അതുപോലെ തന്നെ ഈ എം ഈ ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പൊ ഈ മാസ് എമ്മിന്റെ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണുകയാണ്. അതാണ് mr²ന്റെ വാല്യൂ. ഇനി ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് ഈ ഓരോ mr² സിഗ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സം ചെയ്യുക. അപ്പൊ സിഗ്മ mr² എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിംഗ് അബൌട്ട് ദിസ് ആക്സിസ് ആണ്. അപ്പൊ സിഗ്മ എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി റിംഗ് ആണ്. അതിനെ നമുക്ക് ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I = mr². ഇതിൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിന്റെ വാല്യൂ എന്താണ്? mr². നമ്മൾ ജനറൽ ഫോർമുല പോലെ തന്നെ അത് വരുന്നത്. ഇനി രണ്ടാമത് നോക്കുക അബൌട്ട് ഡയമീറ്റർ ആണ്. അബൌട്ട് ഡയമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫിഗർ കൺസിഡർ ചെയ്യുക. രണ്ട് ഡയമീറ്റേഴ്സ് ആണിത്. IX എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് x ആക്സിസ്, ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആക്സിസ്. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയമീറ്റേഴ്സ് നമ്മൾ വരയ്ക്കുന്നു. ഇത് നമ്മളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അതായത് ഇതിലുള്ള അതേ ഫിഗർ ആണ്, ഈ ആക്സിസ് ആണ് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ ഐസെഡിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, mr² എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? IZ = IX + IY ആണ്. ഇതിൽ ഐസെഡിന്റെ വാല്യൂ mr² ആണ്, തൊട്ട് മുകളിൽ നമുക്ക് കണ്ടു. അപ്പൊ ഐസെഡിന് പകരം നമ്മൾ mr² കൊടുക്കുന്നു. അതുപോലെ തന്നെ IX-ന്റെയും IY-യുടെയും വാല്യൂ I എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് mr² = 2I കിട്ടി. അപ്പൊ I = എന്ത് കിട്ടി? mr²/2. അപ്പൊ അബൌട്ട് ഡയമീറ്ററിന് നമ്മൾ ഏത് ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്തത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്തത്. ഫോർമുല നമുക്ക് കിട്ടിയത് I = mr²/2. അടുത്തത് റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടാൻജന്റ് ആണ്. അപ്പൊ ഇവിടെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്, സ്പർശരേഖ എന്ന് പറയുന്നത്. ഈ ടാൻജന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇതിന് പാരലൽ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണുന്നുണ്ട്. ഈ വാല്യൂ നമ്മൾ ഡയമീറ്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്, അബൌട്ട് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ തൊട്ട് മുമ്പ് നമ്മൾ kandadana. അതിന്റെ വാല്യൂ എത്രയാണ്? mr²/2 ആണ്. അപ്പൊ ഇത് I0 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ രണ്ട് ആക്സിസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയർ ആണ്. പാരലൽ ആക്സിസ് തിയറം നമുക്കറിയാം I = I0 + mr² ആണ്. പക്ഷെ I0ന്റെ വാല്യൂ അബൌട്ട് ഡയമീറ്ററിന്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്താണ്, ഏതാണ്? mr²/2 ആണ്. അപ്പൊ I0ന് പകരം നമ്മൾ mr²/2 കൊടുക്കുന്നു. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്താണ്? I = mr²/2 + mr². അതായത് അര mr² ഒരു mr² കൂടി കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/2 mr². അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ടാൻജന്റിന്റെ വാല്യൂ ഏതാണ് പറയുന്നത്? 3/2 mr² ആണ്. ഇവിടെ ഏത് ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? പാരലൽ ആക്സിസ് തിയറം. ഇനി അബൌട്ട് വൺ എഡ്ജ്, ഒരു എഡ്ജിലൂടെ. അപ്പൊ ഫിഗർ നമ്മൾ നോക്കാതെ ഇതാണ് എഡ്ജ് വരുന്നത്. അപ്പോൾ എഡ്ജ് വരുന്ന സമയത്ത് നമ്മൾ നോക്കാതെ പാസ് ചെയ്യുന്നത് ഇവിടുത്തെ ആക്സിസ് തിയർ അത് അങ്ങനെയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് കേസ് അബൌട്ട് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ അബൌട്ട് ഡയമീറ്റർ ആയിരുന്നു. അപ്പൊ ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ അബൌട്ട് സെന്റർ ആൻഡ് അബൌട്ട് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആകുമ്പോൾ നമുക്കറിയാം I0ന്റെ വാല്യൂ mr² ആണ് ഫസ്റ്റ് കേസിൽ വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതേ പാരലൽ ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്യുന്നത്. I = I0 + mr². പക്ഷെ ഇവിടെ I0ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ mr² ആണ്. അപ്പൊ mr² + mr². അപ്പൊ നമ്മളെ ഫൈനൽ ആൻസർ എന്താ കിട്ടിയത്? 2 mr². അപ്പൊ അങ്ങനെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ മാറ്റം വരുന്നുണ്ട്.
അപ്പൊ നമ്മളിവിടെ റിങ്ങിന്റെ പല കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റില് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, അത് എത്രയായിരുന്നു? mr². പിന്നെ അബൌട്ട് ഡയമീറ്റർ, അപ്പൊ mr²/2. പിന്നെ ഇപ്പൊ ഇവിടെ അബൌട്ട് ടാൻജന്റ്, അപ്പൊ 3/2 mr². അബൌട്ട് എൻ എഡ്ജ്, അപ്പൊ എന്ത് കിട്ടി? 2 mr².